ബിഗ് ബോസ് ഇന്ന് ഇവർക്ക് കൊടുത്തിരുന്ന മോർണിംഗ് ടാസ്ക് ഹൈജീനിക്കായ ഒരു വ്യക്തിയെയും അൺഹൈജീനിക്കായ ഒരു വ്യക്തിയെയും തിരഞ്ഞെടുക്കുക. അതിനുശേഷം കാരണസഹിതം അത് വ്യക്തമാക്കുക എന്നതായിരുന്നു. ടാസ്കിൽ പലരും അൺഹൈജീനിക്കായ ഒരുപാട് വ്യക്തികളെ പറഞ്ഞിരുന്നു. ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പേരിൽ 2-3 തർക്കങ്ങളും അടിയുമൊക്കെ നടന്നു. അതിൽ പ്രധാനപ്പെട്ടത് അനുമോള് രേണുവിനെ പറഞ്ഞതായിരുന്നു. രേണുവിന് അൺഹൈജീനിക്കായി സെലക്ട് ചെയ്തതിനായിരുന്നില്ല, അതിനായി അനു പറഞ്ഞ കാരണത്തിലായിരുന്നു രേണുവിന് സങ്കടം. കുളിക്കില്ല, തല നിറച്ച് പെയിനാണ്, തല ഇപ്പോഴും ചൊറിഞ്ഞുകൊണ്ട് നടക്കും എന്നൊക്കെയാണ് അനുമോള് പറഞ്ഞത്. അത് ശരിക്കും രേണുവിന് ഹേർട്ടായി, ഫീലായി. അത് രേണു ബിഗ് ബോസിനോട് പറയുകയും ചെയ്തു. അനീഷ് ഹൈജീനിക്കായി തിരഞ്ഞെടുത്തത് ബിന്നിനെയും അൺഹൈജീനിക്കായി തിരഞ്ഞെടുത്തത് ഷാനവാസിനെയുമായിരുന്നു. ശരത്ത് അൺഹൈജീനിക്കായി തിരഞ്ഞെടുത്തത് അക്ബറിനെയും ഹൈജീനിക്കായി തിരഞ്ഞെടുത്തത് ബിന്നിയെയുമായിരുന്നു. അഭിലാഷ് അൺഹൈജീനിക്കായി തിരഞ്ഞെടുത്തത് രേണുസുധിനെയും ഹൈജീനിക്കായി തിരഞ്ഞെടുത്തത് ശൈത്യയുമായിരുന്നു. ശാരിക തിരഞ്ഞെടുത്തത് ബിന്നിയെ ഹൈജീനിക്കായും അൺഹൈജീനിക്കായി റന ഫാത്തിമേനെയുമായിരുന്നു. ഷാനവാസും റന ഫാത്തിമയെ തന്നെയാണ് അൺഹൈജീനിക്കായി തിരഞ്ഞെടുത്തത്. ഹൈജീനിക് പേഴ്സണായി അനീഷിനെയായിരുന്നു. ശൈത്യ തിരഞ്ഞെടുത്തത് ജിസേലിനെ അൺഹൈജീനിക് പേഴ്സണായും ഹൈജീനിക്കായി അനീഷിനെയുമായിരുന്നു. നെവിൻ അൺഹൈജീനിക്കായി തിരഞ്ഞെടുത്തത് അക്ബറിനെയും ഹൈജീനിക്കായി തിരഞ്ഞെടുത്തത് ബിന്നിയെയുമായിരുന്നു. ആര്യൻ തിരഞ്ഞെടുത്തത് അൺഹൈജീനിക്കായി ആദില ആൻഡ് നൂറയും ഹൈജീനിക്കായി ബിന്നിയെയുമായിരുന്നു. ഒനിൽ തിരഞ്ഞെടുത്തത് ബിന്നിയെ അൺഹൈജീനിക്കായും ഹൈജീനിക്കായി അനുമോളയുമായിരുന്നു. റന ഫാത്തിമ തിരഞ്ഞെടുത്തത് ആദില ആൻഡ് നൂറയെ അൺഹൈജീനിക് പേഴ്സണായും ഹൈജീനിക് പേഴ്സണായി ബിന്നിയെയുമായിരുന്നു. ആദില ആൻഡ് നൂറ ഹൈജീനിക്കായി അനീഷിനെയും അൺഹൈജീനിക്കായി റന ഫാത്തിമേനെയുമാണ് തിരഞ്ഞെടുത്തത്. ബിന്നി തിരഞ്ഞെടുത്തത് അനീഷിനെ അൺഹൈജീനിക്കായും ഹൈജീനിക്കായി അനുമോളയുമായിരുന്നു. സരിക തിരഞ്ഞെടുത്തത് അനീഷിനെ അൺഹൈജീനിക്കായും അനുമോളെ ഹൈജീനിക്കായുമാണ്. അക്ബർ തിരഞ്ഞെടുത്തത് ആര്യനെ അൺഹൈജീനിക്കായും ഹൈജീനിക്കായി ബിന്നിയുമായിരുന്നു. രേണുസുധി തിരഞ്ഞെടുത്തത് അനീഷ് അൺഹൈജീനിക് പേഴ്സണായും അഭിലാഷ് ഹൈജീനിക് പേഴ്സണായുമാണ്. അനുമോൾ തിരഞ്ഞെടുത്തത് രേണുസുധി അൺഹൈജീനിക് പേഴ്സണായും ബിന്നി ഹൈജീനിക് പേഴ്സണായുമാണ്. ജിസേൽ തിരഞ്ഞെടുത്തത് രേണുസുധി അൺഹൈജീനിക് പേഴ്സണായും ഹൈജീനിക് പേഴ്സണായി ബിന്നിയുമാണ്. എന്തായാലും അവസാനം ഹൈജീനിക് പേഴ്സണായി അനുമോളെയും ബിന്നിയും തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ അൺഹൈജീനിക് പേഴ്സണായി റന ഫാത്തിമേനെയും രേണുസുധീനെയുമാണ് തിരഞ്ഞെടുത്തത്. കാരണം ഇവർക്കായിരുന്നു വോട്ട് കൂടുതൽ. ഇവരെ തിരഞ്ഞെടുത്തതിനായിരുന്നില്ല, ഇവർ പറഞ്ഞ റീസണുകളുടെ പേരിലായിരുന്നു ഈ ടാസ്കിന് ശേഷമുള്ള തർക്കം മുഴുവൻ.